ഒരാളുടെ സന്തോഷം മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാ അച്ഛൻ എന്ന സ്ഥാനത്തിന് അർത്ഥം ഉണ്ടാകുന്നത് മഹേട്ടാ. നമ്മുടെ മോളുടെ മുഖത്തെ ഈ സന്തോഷം ഇത് മാത്രം മതി ജീവിതകാലം മുഴുവൻ നമുക്ക് ഓർക്കാൻ. അതെ, ഈ സന്തോഷം പറഞ്ഞും പ്രകടിപ്പിച്ച് നിന്നാ പോരാ, എല്ലാ കാര്യങ്ങളും ഒന്നേന്ന് തന്നെ തുടങ്ങണം. ഞാനേ ആ ഓഡിറ്റോറിയം കാര്യം ഒന്ന് വിളിക്കട്ടെ. ഡേറ്റ് ചേഞ്ച് ആയ വിവരം അവരെ ഒന്ന് അറിയിക്കണമല്ലോ. ഒരുപാട് എന്റെ മോളെ സങ്കടപ്പെട്ടല്ലേ, ഒരുപാട് ഓട്ടോ ഓടി. എന്നാലും വേണ്ടില്ല, അച്ഛൻ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. നിർമ്മലേ, ആ ഇതാ വരുന്നു മഹേട്ടാ. അമ്മ ഇപ്പൊ വരാട്ടോ. പ്രകാശ് എവിടെ എത്തിയിട്ടുണ്ടോ? ഇതെന്താ ഇവ ഫോൺ എടുക്കാത്തെ? ഇവളുടെ പേര് വെച്ച് എന്ത് തുടങ്ങിയാലും മുടക്കമേ വരൂ. അത്രയ്ക്ക് നല്ല രാശിയാ. മന്ത്രി എന്ത് പറഞ്ഞു? മന്ത്രി ഓക്കെയാ, നമ്മൾ പറഞ്ഞ എല്ലാ ഡിമാൻഡും അംഗീകരിച്ചു. പക്ഷേ കളക്ടർ അവര് മുടയാ. ഈ പ്രൊജക്ടിന് അവർ തടയിടുകയും ചെയ്യും. കളക്ടർ ഇങ്ങനെ വട്ടം നിന്നാ എന്താണപ്പ ചെയ്യുക? ഇതിപ്പോ നമുക്ക് വേണ്ടി പണം ഇറക്കാന്ന് പറഞ്ഞവരെ നമ്മളൊരു വാക്കിന് വേണ്ടി കാത്തിക്കുക. പ്രൊജക്ടിന് ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞാ അവര് പിന്നെ ഈ വഴിക്കേ വരത്തില്ല. ഞാൻ അപ്പോഴപ്പനോട് പറഞ്ഞതാ, ഈ കെട്ടിപ്പൊക്കാൻ പോകുന്ന ഹോസ്പിറ്റലിന് അമ്മച്ചിയുടെ പേര് ചേർത്തിടാന്ന്. പ്രോജക്ടിന് സ്ത്രീ സാന്നിധ്യം വേണമെന്നല്ലേ ഉള്ളൂ. ഇതിപ്പോ തുടക്കത്തിൽ തന്നെ എല്ലാം അവസാനിപ്പിക്കേണ്ട അവസ്ഥയാ. ഇതുവരെ മുടക്കിയതും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് നടന്നതും എല്ലാം വേസ്റ്റായി. എന്തിനാപ്പ ഇത്രയും വലിയൊരു പ്രൊജക്ടിന് എന്റെ പേര് ചേർത്തിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണോ? ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവൾക്ക് ഇനിയും പഴിയേക്കാൻ വയ്യ. എല്ലാത്തിനും എന്നെ ഒഴിവാക്കിത്താ. മരിക്കുന്നവരെ ഞാൻ ഏതെങ്കിലും ഒരു മൂലയില് ഒരാൾക്ക് ശല്യം ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. എന്തിനാണ് മോനെ വെറുതെ ശവത്തി കുത്തുന്നത്? ആ ശിവന്റെ ഒപ്പം നിന്ന് കുറെ നെകളിച്ചതല്ലേ. ഇനി അവന്റെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരിക്കാതെ മറ്റൊരു ജീവിതത്തിലേക്ക് അവളെ പറഞ്ഞു വിടണം. അതിന് ഇതുപോലെ ടോർച്ചറിംഗ് ഒക്കെ നല്ലതാ. ചിന്തിക്കട്ടെ, തന്നെ ചതിച്ചവന്റെ ചങ്ക് പറിച്ചെടുക്കാനുള്ള ദേഷ്യം അവൾക്കുണ്ടാവണം. ഇവളുടെ പേര് വെച്ച് എന്തു തുടങ്ങിയാലും മുടക്കമേ വരൂ. അത്രയ്ക്ക് നല്ല രാശിയാ. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ശിവനും ഡേസിയൊന്നുമല്ല, കളക്ടർ ശാലിനിയാ. അവളെ പൂട്ടാനുള്ള ചങ്ങല, അതാണ് നമുക്ക് വേണ്ടത്. എടാ, നമ്മൾ ഉണ്ടാക്കുന്ന ചങ്ങലയിലും താടിലും അവളെ പൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. അവളെ പൂട്ടണമെങ്കിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടണം. കാരണം ശാലിനി ഇന്ന് ഏതായുധവും നേരിടാനുള്ള പ്രാപ്തിയും അതിനനുസരിച്ച് കൂടെ നിൽക്കാൻ പരിശ്രമശാലികളായ അംഗരക്ഷകൾ ഉള്ളവളാ. അപ്പോൾ നേരിട്ടുള്ള ആയുധമുറകൾക്ക് യാതൊരു വിധമായ കാര്യവുമില്ല. പിന്നെ ഉള്ളത് ഒളിയമ്പ. അതിന് ഒരു സ്ത്രീ തന്നെയാണ് ശത്രുവായിട്ട് വരേണ്ടത്. സുസുവേ, നീ എന്താ ഇവിടെ? അത് പിന്നെ എന്റെ ഭാര്യ കൊടുത്തല്ലേ ഭർത്താവായി ഞാനും ഉണ്ടാകത്തുള്ളൂ. ആ ബന്ധം തുടക്കത്തിലേ ഞാൻ അവസാനിപ്പിച്ചതാ. പക്ഷെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോഴും ലീഗലി ഭർത്താവാണല്ലോ. അതല്ല, എന്താണ് സുസ്മിതാനന്ദ സ്വാമിനിയുടെ ഉദ്ദേശം? ഞാനിവിടെ സുസ്മിതയല്ല, സുഹാസിനിയാണ്. അതല്ല, പേര് മാറാം, പക്ഷെ സ്വാമിയുടെ സ്വഭാവം മാറുന്നില്ലല്ലോ. ആ പാവ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദ ഞാൻ കേട്ടിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ലൊരു മനസ്സുള്ള സ്വാമിയാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്.
അതിന്റെ ഇടയിൽ പുഴുക്കുത്തായിട്ട് ഈ സുഹാസിനി സ്വാമിനി എങ്ങനെയാ ഇവിടെ വന്ന് കയറിയത്? ഈ ആശ്രമത്തിന്റെ പരിശുദ്ധിയിലാകാൻ വേണ്ടിട്ടാണോ? എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അത് നീ എന്തിനാ അറിയുന്നത്? ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഈ സുഹാസിനി സ്വാമിനെ ഇങ്ങനെ കയറൂരി വിടുമ്പോ കഷ്ടത്തിലാവുന്നത് മറ്റു പലരുമാണല്ലോ. എന്നുവെച്ചാൽ നന്മയല്ലല്ലോ ലക്ഷ്യം, തിന്മയല്ലേ ഈ മനസ്സ് നിറച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ എന്താണ് സ്വാമിയുടെ പ്ലാൻ? അത് പറഞ്ഞത് ആ പാവ സ്വാമി ഉടലോടെ വിഴുങ്ങാനാണോ, അതോ ഇതങ്ങനെ തന്നെ ഇവിടെ കൂട്ടിയിട്ടങ്ങ് കത്തിക്കാനാണോ? എന്റെ സുസു, ഈ സ്വാമി ചെയ്യുന്ന സൽപ്രവൃത്തികളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുക, നീ നിന്റെ കയ്യിലുള്ള കൈവശം ഈ പുണ്യഭൂമിയിൽ ഒഴുക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. വലിയൊരു ആപത്ഘട്ടത്തിൽ എനിക്ക് രക്ഷയായത് ഈ ആശ്രമത്തിലുള്ളവരാ. എനിക്ക് അഭയം തന്നതും ഇവിടെയുള്ളവരാ. അതുകൊണ്ട് ഇവിടെയുള്ളവരെ ആരെയും ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷെ എന്നെ മുറിവേൽപ്പിച്ചവരെ ആരെയും ഞാൻ വെറുതെ വിടുന്ന് കരുതണ്ട. ശക്തമായി തിരിച്ചടിക്കാനുള്ള ശക്തി അതുണ്ടാക്കാൻ വേണ്ടി തന്നെയാ സുസ്മിത സുഹാസിനിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ടാരും വരാതിരുന്നാ മതി. സുഹാസിനിക്കറിയാം എപ്പ എങ്ങനെ മുന്നോട്ട് പോണെന്ന്. പിച്ച വെച്ച് നടന്ന 3-ാം വയസ്സിൽ ചുവട് പിഴച്ചിട്ടില്ല, പിന്നെയാ ഈ പ്രായത്തിൽ. ഇത് പഴയ വെടിക്കെട്ടുകാരന്റെ സന്തതി ലൈനാ. അതുകൊണ്ട് ആരും ഉടുക്കോട്ടി പേടിപ്പിക്കാനായിട്ട് വരണ്ട, പ്രത്യേകിച്ച് നീ.